Welcome to the new chapter of EC Learning, powered by Elegant Central. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications. ഒന്നാം ക്ലാസ്സിലെ മണവും മധുരവും എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു പഠന പ്രവർത്തനം. Good morning, my dear friends. My name is Rishan Anstin. Welcome to my channel. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഫ്രൂട്ട് സലാഡുമായിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രൂട്ട് സലാഡ് ഇഷ്ടമല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിനായി നമുക്ക് ഇത്തിരി ഫ്രൂട്ട്സ് ആവശ്യമാണ്. തണ്ണിമത്തൻ, ആപ്പിൾ, മുന്തിരി, അനാർ, പഴം, പിന്നെ കിവി, പിന്നെ ഐസ്ക്രീമും, പിന്നെ കുറച്ച് തേനും. എന്നാൽ നമുക്ക് തുടങ്ങാം. ആദ്യം ഞാൻ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എല്ലാ ഫ്രൂട്ട്സ് ആക്കുകയാണ്. ഇനി നമുക്കിത് എല്ലാം കൂടി മിക്സ് ആക്കുക. ഇനി ഈ ഐസ്ക്രീം മൊത്തം ഇതിലേക്ക് ഇടുക. ഇനി നമുക്ക് 2 ടീസ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഫ്രൂട്ട് സലാഡ് റെഡി. ഇനി നമുക്ക് ഒരു ചെറിയ ബൗളിലേക്ക് ഇതെല്ലാം മാറ്റണം. ഇനി നമുക്കിത് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് മുന്തിരിങ്ങ ആക്കി കൊടുക്കാം. ഇത്തിരി ബദാം, ഇത് ഓയിൽ. അപ്പൊ നമ്മുടെ ഫ്രൂട്ട് സലാഡ് റെഡി. അപ്പൊ നമുക്ക് കുറച്ചെടുത്ത് കഴിച്ചു നോക്കാം. വാവ്, സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ എല്ലാരും ഉണ്ടാക്കി നോക്കണേ. അപ്പൊ ബൈ ബൈ. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ആൻസ്റ്റിൻ ജോയ് പി. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൂട്ട് സലാഡാണ്. പലതര പഴങ്ങൾ ഉണ്ടാക്കി ഉപയോഗിക്കുന്നതാണ് ഫ്രൂട്ട് സലാഡ്. ആദ്യം നമുക്ക് ആപ്പിൾ നമുക്ക് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് മാമ്പഴം നമുക്ക് ചേർക്കാം. അത് കഴിഞ്ഞിട്ട്
എന്നിട്ട് മുന്തിരി നമുക്കിടാം. എന്നിട്ട് പഴം നമുക്കിടാം. എന്നിട്ട് നമുക്ക് ഇളക്കാം. ഇങ്ങനെ മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പഞ്ചസാര പൊടിച്ചത് 4 ടീസ്പൂൺ നമുക്കിടാം. അത് കഴിഞ്ഞിട്ട് 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇടാം. ഏലക്കയും പഞ്ചസാരയും പൊടിച്ചത് ഇടാം. എന്നിട്ട് നമുക്ക് പാല്, പഞ്ചസാര, അണ്ടിപ്പരിപ്പ് പൊടിച്ചത്, ഏലക്കായ പൊടിച്ചത്, ഏലക്കപ്പൊടി ഇത് നമുക്ക് ഇതിൽ ഒഴിക്കാം. നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്യാം. നമ്മുടെ ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. താങ്ക് യു. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.